ഡ്യൂക്ക് എന്ന ബൈക്ക് ഉണ്ടാക്കുന്നതിനെ മരിക്കാൻ വേണ്ടിയാണ്. ഡ്യൂക്ക് എടുത്ത 120 ആൾക്കാരെല്ലാം മരിച്ചു. 200 വണ്ടി ഇറങ്ങിയാൽ അതിന്റെ 150 പേര് മരിച്ചു എന്ന് കണക്കൂട്ടിക്കൊണ്ട്. 2 വീലർ ഓടിച്ച് മേജർ ആക്സിഡന്റ് ഉണ്ടാക്കാൻ ഒരു ഡ്യൂക്ക് തന്നെ വേണമെന്നില്ല. അതിന് തലയ്ക്ക് വെളിവില്ലാത്ത ഒരുത്തന്റെ കയ്യിൽ ഒരു 100 cc സ്കൂട്ടർ കിട്ടിയാൽ തന്നെ മതിയാവും. നമ്മുടെ നാട്ടിൽ റോഡ് ആക്സിഡൻസ് ഇങ്ങനെ ഉണ്ടാകുന്നതിന്റെ കാരണം ഒരു പർട്ടിക്കുലർ ബ്രാൻഡോ അവരുണ്ടാക്കുന്ന വണ്ടിയോ അല്ല. വെറും സൈക്കിൾ ബാലൻസിന്റെ ബലത്തിൽ ലൈസൻസ് കൊടുക്കുന്നിടത്തുനിന്ന് തന്നെ പ്രശ്നം തുടങ്ങുകയാണ്. ബ്രേക്കിംഗ് എങ്ങനെ ചെയ്യണം, സ്ലോ സ്പീഡ് റൈഡിംഗ്, വളവുകൾ എങ്ങനെ വണ്ടി ഓടിക്കണം, പാനിക് സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം, ഇതൊന്നും അറിയാതെയാണ് വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് പലർക്കും കിട്ടുന്നത് തന്നെ. ശ്രദ്ധക്കുറവോ അല്ലെങ്കിൽ മനഃപൂർവ്വം കഴപ്പ് കാണിച്ച് റോഡിൽ ഒരു മേജർ ആക്സിഡന്റ് ഉണ്ടാക്കിയാൽ പോലും ചെറിയൊരു ഫൈനോ ടെമ്പററി ലൈസൻസ് സസ്പെൻഷൻ അപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും പോവാറില്ല. സോ നിയമത്തെ പേടിയില്ലാത്തതുകൊണ്ട് വീണ്ടും അങ്ങനെ തന്നെയായിരിക്കും ഒരു വണ്ടി ഓടിക്കുന്നത്. ഇനി ഇതെല്ലാം നോക്കി സേഫായിട്ട് വണ്ടി ഓടിക്കുന്നവരെ കാത്തിരിക്കുന്നത് റോഡിലെ കുഴികളും ഒരിക്കലും കത്താത്ത സ്ട്രീറ്റ് ലൈറ്റ്സും ഒട്ടും സ്ഥിരതയില്ലാത്ത ട്രാഫിക് സിഗ്നൽസും പിന്നെ റോഡ് സ്വന്തം താഴെ സൃഷ്ടിയാണെന്ന് കരുതി തോന്നിയ പോലെ വണ്ടി ഓടിക്കുന്നവരും നടക്കുന്നവരുമാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ റോഡ് ആക്സിഡൻസ് കുറയ്ക്കണമെങ്കിൽ അവിടെ ആദ്യം ശരിയാവേണ്ടത് നമ്മുടെ സിസ്റ്റവും റോഡ് കണ്ടീഷൻസും ട്രാഫിക് സിഗ്നൽസും പിന്നെ റോഡ് യൂസേഴ്സ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ്, റൈഡേഴ്സ് ആൻഡ് ഫൈനലി പെഡസ്ട്രിയൻസും കൂടെയാണ്. പക്ഷേ ഇവരെല്ലാം ചെയ്യുന്ന കുറ്റത്തിന് അവസാനം പഴിയേക്കുന്നത് ഇപ്പോൾ കരിമ്പിൻ ജ്യൂസിൽ ഓടുന്ന ഒരു യന്ത്രത്തിനും.